നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. വി.കെ. ശ്രീരാമൻ, നമ്മുടെ നടൻ ശ്രീരാമേട്ടൻ്റെ വേറിട്ട കാഴ്ചകൾ എന്ന് പറഞ്ഞ കൈരളിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2 വോളിയം പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. വായിച്ചിട്ടില്ലാത്തവർ വായിക്കണം. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തരായി ജീവിക്കുന്ന ഇങ്ങനെയും ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അതിശയിപ്പിക്കുന്ന കഥകളാണ് അതിൽ വരുന്നത്. വേറിട്ട കാഴ്ചകളിൽ വരേണ്ട ഒരാളായിരുന്നു രഘുരാമൻ പോറ്റി എന്നു പേരുള്ള VSSC ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരത്തുകാർ സ്നേഹത്തോടെ പാസ് പോറ്റി എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ. 79ാമത്തെ വയസ്സിൽ ഇന്നലെ മരിച്ചു. പാസ് പോറ്റി നമ്മുടെ തിരുവനന്തപുരത്ത് സാംസ്കാരിക രംഗത്ത് എന്ത് പ്രോഗ്രാം നടന്നാലും 1000-5000 പാസ് പോറ്റിയെ ഏൽപ്പിച്ചാൽ കൃത്യമായും ആസ്വദിക്കുന്ന കലാ ആസ്വാദകരുടെ കയ്യിൽ ആ പാസ് എത്തിയിരിക്കും. ഒരു പ്രോഗ്രാമിന് 250 രൂപ 500 രൂപ ടിക്കറ്റ് വെച്ചാണ് പ്രോഗ്രാം നടത്തുന്നതെന്ന് വെച്ചോളൂ. ഫ്രീ ആയിട്ട് എങ്ങനെയെങ്കിലും കയറാമോ എന്ന് അന്വേഷിച്ച് ആരെങ്കിലും ഒരാൾ വന്നാൽ ഇയാൾ സ്ഥിരമായി ഇത്തരം പ്രോഗ്രാമുകൾ കാണുന്ന ആളാണെന്ന് പോറ്റിക്ക് അറിയാമെങ്കിൽ പോറ്റി ഒരു മടിയുമില്ലാതെ ഒരു 250 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെ ഒരു പാസ് ഫ്രീ ആയിട്ട് തരും. കയറി കാണും എന്ന് പറയും. ഞാൻ എവിടെയൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് അവിടെയൊക്കെ പാസ് പോറ്റി ഉണ്ടാവും. പാസ് പോറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ പോറ്റിയെ മറക്കരുത്. ഞാൻ പറയും, ഇല്ല മറക്കില്ല പോറ്റി. ഇങ്ങനെ ഒരു ജീവിതം VSSC നിന്ന് പെൻഷനായ ശേഷമാണെന്ന് തോന്നുന്നു 24 മണിക്കൂറും കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു പാവം മനുഷ്യൻ രഘുരാമൻ പോറ്റി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം അനന്തപുരി ഫിലിം സൊസൈറ്റിയുടെ ആദരം ഏറ്റുവാങ്ങാൻ പോകുന്ന വഴി ഒരു അപകടത്തിൽപ്പെടുകയോ ആ ആദരം ഏറ്റുവാങ്ങുന്നിടത്ത് കുഴഞ്ഞു വീഴുകയോ എന്തോ ചെയ്താണ് ആശുപത്രിയിലായത്. 79 വയസ്സായി. കണ്ടാൽ പറയില്ല. ഒരു മെലിഞ്ഞ ശരീരം. കുറച്ച് ദിവസം എന്തോ കിടക്കിൽ കിടന്നു. അദ്ദേഹം ഇന്നലെ വെളുപ്പിന് നിര്യാതനായി. ഞാൻ ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വാർത്താ പ്രാധാന്യം നേടി നിൽക്കുന്ന സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള ദിവ്യ എസ് അയ്യർ കടന്നു വരുമ്പോൾ ഞാനും തിരുമല രാമചന്ദ്രനോടെ നിൽപ്പുണ്ട്. ആർക്കും വേദന ഉണ്ടാക്കാതെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയെന്ന് തോന്നുന്നു. ആർക്കും ഒരു ബാധ്യതയാവാതെ എല്ലാവരോടും ചിരിച്ചോണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പാസ് പോറ്റി എന്ന രഘുരാമൻ പോറ്റി വിട പറഞ്ഞു. ഇതുപോലൊരാളുടെ നഷ്ടം ഇനിയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ കാർത്തികനാൾ തിയേറ്ററിലായാലും പ്രിയദർശിനി ഹാളിലായാലും BJT ഹാളിലായാലും എവിടെ എന്ത് പ്രോഗ്രാം നടന്നാലും ഇനിയാണ് ഈ പോറ്റിയുടെ അഭാവം തിരുവനന്തപുരത്തെ തലസ്ഥാനവാസികൾ അറിയാൻ പോകുന്നത്. അത്രയും കലയെ സ്നേഹിച്ച മനുഷ്യരായിരുന്നു പാവം രഘുരാമൻ പോറ്റി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരം. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഷോട്ടിനിടയിൽ, ഷോട്ടിനല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നോയ്സൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ
എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിന്റെയും ടീമിന്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത്. ആൻഡ് വൺ മോർ, എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല. അതിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ഇനി ഈ പോസ്റ്റുകളുടെ ഒക്കെ കമന്റ് സെക്ഷനിലോട്ട് വരാം. ഈ ഒരു നിലപാട് എടുത്തതിനെ തുടർന്ന് ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതിനെ നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ അതിനെ കൺസേവ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ടാവല്ലോ, എന്തിനേയും കളിയാക്കി കാണുന്ന അല്ലെങ്കിൽ എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അവരോടുള്ള മറുപടിയാണിത്. അതിന് നിനക്കെവിടെയാ സിനിമ? നീ എന്താ സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ നിലപാടുകൾ എടുക്കാനായിട്ട്? സിനിമയില്ലാത്തത് കൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ബുദ്ധിയല്ലേ ഇത് എന്നൊക്കെയുള്ളതിന് എനിക്കെവിടെ സിനിമ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ദാറ്റ്സ് ഞാനല്ലേ അനുഭവിക്കണ്ടേ. എനിക്ക് സിനിമയില്ലെങ്കിൽ ആ വിഷമം ഞാനല്ലേ തീർക്കണ്ടേ. സിനിമയില്ലെങ്കിൽ സിനിമയില്ല, ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല, എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം, മനക്കട്ടി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. റീസെന്റ് ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഒരവസരമെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സിനിമകൾ എനിക്ക് ചെയ്യാൻ അവസരമില്ലാതെ ഇരിക്കുന്ന സമയമാണ് എന്ന് വ്യക്തമായി പറയാനുള്ള മനക്കട്ടിയുള്ള ഒരാളാണ്. നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഒന്നും ഇങ്ങനെ ഒരു കാരണം കാണിച്ചുകൊണ്ട് മറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇനി സിനിമയെ ഞാൻ സമീപിക്കുന്ന രീതി കൂടെ വ്യക്തമാക്കാം. സിനിമയാണ് എൻ്റെ ജീവിതം, സിനിമ ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല എന്ന കാര്യത്തിൽ ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക്. സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എനിക്ക് അതിൽ പണിയെടുക്കാൻ ഇഷ്ടമാണ്. ഐ ലവ് സിനിമ, ഐ ലവ് ആക്ടിങ്. ആൻഡ് എവിടെ നിന്നാണ് ഞാൻ വന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജേർണി ഓൾമോസ്റ്റ് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എൻ്റെ ഒരു ജേർണി അറിയാവുന്നവർക്കും അറിയാലോ. അവസരങ്ങൾ കൂടെ അതൊരു പ്രധാന ഭാഗമാണ്. അവസരങ്ങൾ കൂടെ കിട്ടുക എന്നുള്ളത് അതിലൊരു പ്രധാന ഭാഗമാണ്. ആൻഡ് എനിക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനോട് ചേർത്ത് കുറേ കാലം മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹമാണ്. ആ ഹോപ്പിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇഫ് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഓൾസോ I have a lot of other areas to work on in my life. പിന്നെ സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഒരു നിലപാട് എടുക്കാനായിട്ട് എന്നുള്ളവരോടുള്ള മറുപടി, സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ്. അത് ചിന്തിക്കാനുള്ള ബോധം ഈ കമന്റ് ഇടുന്നവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ, ഒരു ബഡിങ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരാൾ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാതെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെ കളിയാക്കാനും ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമ്പോൾ യു ഗൈസ് നീഡ് ടു തിങ്ക് യു ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില വ്യക്തികളുണ്ടല്ലോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ പ്രസ്താവന എടുത്തു എന്നതിന് പിന്നിലുള്ള
ആളുകളുണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് പലർക്കും പല രീതിയിലും പല സ്ഥലത്തും അവർ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അവരത് ഉപയോഗിക്കുന്നവരാണെന്നുള്ളത്. അപ്പം അങ്ങനെ പേഴ്സണൽ ലൈഫിൽ അവരെന്തും ചെയ്തോട്ടെ, ദാറ്റ്സ് നോൺ ഓഫ് മൈ ബിസിനസ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പബ്ലിക് നോയ്സൻസ്, അവിടെയാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം തുടങ്ങുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുമ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സോ അങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ് എനിക്ക് ആ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റുന്നത്. ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട്. അവരെ പോലെയുള്ളവർക്ക് സിനിമകളുണ്ട്, ഇപ്പോഴും അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആൾക്കാരുണ്ട്. Why that's happening? Because there are people to support their behavior, their things. അവരതൊക്കെ ചെയ്യുന്നത് അവർക്ക് എന്റർടൈൻമെന്റ് ആണ്, കൈൻഡ് ഓഫ് ഒരു എന്റർടൈൻമെന്റ് ആണ്. അവസാനമായിട്ട് ഇനി ഈ ഒരു പോസ്റ്റ് ഇറങ്ങിയപ്പം ഒത്തിരി ചാനൽസ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഫോർ എ ലോട്ട് ഓഫ് ഇന്റർവ്യൂസ് ആൻഡ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പറ്റി ബൈറ്റ്സ് കൊടുക്കാനൊക്കെ ആയിട്ട്. അവിടെ ഞാൻ ആർക്കും അത് കൊടുത്തിട്ടില്ല. കാരണം കൂടെ ഞാൻ വ്യക്തമാക്കാം. ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോൾ, സിഗരറ്റ്, ഡ്രഗ്സ് അങ്ങനെ എൻ്റെ മൈൻഡിനെയോ എൻ്റെ ഹെൽത്തിനെയോ എഫക്റ്റ് ചെയ്യുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അത്രയും ഉറപ്പിച്ച് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ അന്ന് തൊട്ടേ, അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുന്നേ എടുത്തൊരു ഡിസിഷനാണ്. എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓരോന്ന് പറയുന്നുള്ളൂ. ഇനി ഒരു ബൈറ്റ് കൊടുക്കണം എന്ന് എല്ലാ മീഡിയാസും പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ചാനൽസും പറയുമ്പോൾ ഞാൻ അവർക്കൊരു ബൈറ്റ് കൊടുക്കാനോ ഒന്നിനും ഞാൻ നിൽക്കാത്തത്. എൻ്റെ മൈൻഡിൽ ഇത് കുറേ പേര് എന്നോട് കമന്റ് സെക്ഷനിലും ചോദിച്ചൊരു കാര്യമാണ്. ലഹരി എന്ന് പറയുമ്പോൾ ദിസ് സിന്തറ്റിക് തിങ്സ് മാത്രമേ പെടുത്തുള്ളൂ. അതായത് MDMA, കൊക്കെയിൻ, കഞ്ച, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ പെടുത്തുള്ളൂ. റൈറ്റ്, അതിൽ ഈ ആൽക്കഹോളും കൂടെ പെടില്ലേ? പക്ഷെ നമ്മളിങ്ങനത്തെ ക്യാമ്പയിൻസ് ഒക്കെ നടക്കുമ്പം, അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, എല്ലാവരും ഈ സിന്തറ്റിക്സിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കള്ളിന്റെ കാര്യത്തിൽ കള്ളിനോട് മാറ്റി വെക്കാം സൈഡിൽ, അല്ലേ? ബിക്കോസ് അതിന് വാങ്ങാനും വിൽക്കാനും ഒക്കെ അനുമതിയുണ്ട്. അതിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ മാത്രം പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലേ? അങ്ങനത്തെ ക്യാമ്പയിനുകളുടെ ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ബൈറ്റ്സ് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം മദ്യവും ഉപയോഗിച്ചും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒത്തിരി കുടുംബങ്ങൾ നശിക്കുന്നുണ്ട്. ഓൾസോ ദിസ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി കുടുംബങ്ങളും നശിക്കുന്നുണ്ട്. സോ എടുക്കുമ്പം എല്ലാതും ഒരുമിച്ച് കൂട്ടിയല്ലോ ഒരു തീരുമാനം എടുക്കണ്ട. അല്ലെങ്കിൽ ഒരു യത്നത്തിന് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരുമിച്ച് എല്ലാത്തിനും ഈക്വൽ അല്ലേ? പക്ഷെ ഇവിടെ ഇത് മാറ്റി വെക്കുക, ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു ഐഡിയ. എനിക്ക് പേഴ്സണലി അതത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഐ സ്ട്രോങ്ലി കുറേ മുന്നേ എടുത്തൊരു ഡിസിഷനാണ്. ഇതില് ഒരൊറ്റ സാധനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ, അതിൽ ആൽക്കഹോൾ ആയാൽ പോലും ഒരു സിഗരറ്റ് ആയാൽ പോലും ഉപയോഗിക്കുന്നവർ എൻ്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവുമല്ലോ, അതിലോട്ട് ഞാൻ അടുപ്പിക്കത്തില്ല എന്നുള്ളതും ഞാനെടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് വ്യക്തമായ ബോധമുണ്ട് എനിക്ക്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല. സോ ഇതാണ് എൻ്റെ നിലപാട്. എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ്. ഇനി ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാ കമന്റ് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. താങ്ക് യു. നമസ്കാരം. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഫോട്ടോ കണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സമീപത്ത് താമസിക്കുന്ന ആൾക്കാരോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കാം. അദ്ദേഹം ഒരു കേക്ക് മുറിക്കാൻ ശ്രമിക്കുന്ന ഫോട്ടോയാണിത്. എനിക്ക്
ഞാൻ എത്ര ശ്രീനിച്ചേട്ടനെ സ്നേഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊരു സഹായം ചെയ്തിട്ടില്ല. ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചേട്ടൻ വരാമോ എന്ന് ചോദിച്ചിട്ട് പോലും എന്നോട് കള്ളം പറഞ്ഞ് പറ്റിച്ച ആളാണ്. പക്ഷേ എനിക്കെന്തോ ശ്രീനിച്ചേട്ടനെ വെറുക്കാനേ കഴിയില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. തലയണ മന്ത്രം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാടിൻ്റെ സിനിമയുടെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ കേരളകൗമുദി പത്രത്തിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ എന്ന് പോയോ അന്ന് മുതൽ, അപ്പോൾ ആലോചിക്കുക വർഷം എത്രയായിരുന്നു, എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. തലയണ മന്ത്രത്തിൻ്റെ സെറ്റിൽ, ചെപ്പടി വിദ്യയുടെ സെറ്റിൽ, ആചാര്യൻ്റെ സെറ്റിൽ, ഭാഗ്യവാൻ്റെ സെറ്റിൽ, സ്വയംവരപ്പന്തലിൻ്റെ സെറ്റിലൊക്കെ ഷിനിച്ചേട്ടൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ, അതിൻ്റെയൊക്കെ വർക്ക് കിടക്കുമ്പോൾ ഞാൻ ഷിനിച്ചേട്ടൻ്റെ മുറിയിൽ ചെന്നിട്ടുണ്ട്. ഈ തലച്ചോറുള്ള മനുഷ്യൻ മദ്യത്തിനും പുകവലിക്കും ചെലവിടുന്ന പൈസയും സമയവും സൃഷ്ടികൾക്കായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്, പലപ്പോഴും ഷിനിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. സ്വയംവരപ്പന്തലിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വാങ്ങാനായിട്ട് റൂമിൽ ചെല്ലുമ്പോൾ പുകയ്ക്കകത്താണ് ഷിനിച്ചേട്ടൻ ഇരിക്കുന്നത്. AC റൂമല്ലേ, പുക പുറത്തു പോകാൻ വഴിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷിനിച്ചേട്ടാ ജീവിതത്തിൽ പുക വലിക്കാത്ത ഞാൻ ഒരു ജന്മം വലിക്കേണ്ട പുക നിങ്ങളുടെ മുറിയിൽ നിന്ന് എൻ്റെ ശ്വാസകോശം ഇളുത്തെടുക്കുകയാണെന്ന് പറയുമ്പോഴും പുള്ളി ചിരിച്ചോണ്ടിരിക്കും. സത്യനന്ദിക്കാരനെ പോലെ സത്യേട്ടൻ്റെ കൂടെ കൂടിയിട്ടും തിരുത്താനാകാതെ പോയ ഹതഭാഗ്യനായിരുന്നു ഷിനിച്ചേട്ടൻ. കടുത്ത അവശതയിലും ഇപ്പോൾ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവശതയിലും ശ്രീനിവാസൻ എന്ന ജീനിയസ് പറയുന്ന കമൻറ്റുകൾ കേൾക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് എത്ര വലിയ ദുരന്തമാണ് ഈ മനുഷ്യൻ സ്വയം വരുത്തി വെച്ചതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു ദിവസം പോലും വലിക്കുന്നോ കഴിക്കുന്നോ എന്ന് എന്നോട് ഈ മനുഷ്യൻ ചോദിച്ചിട്ടേ ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മാന്യത. ദിനേശ് കഴിക്കും, ഒന്ന് കഴിക്കുന്ന എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വലിക്കുന്നോ എന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ ആരോഗ്യത്തോടെ ഇരുന്നിരുന്നുവെങ്കിൽ മലയാള സിനിമയ്ക്ക് കനപ്പെട്ട എത്ര നല്ല സിനിമകൾ കിട്ടിയെന്നെ. ഷിനിച്ചേട്ടൻ കേക്ക് മുറിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഇതൊക്കെ ലഹരികൾ മലയാള സിനിമയെ എത്ര ജീനിയസുകളെ നശിപ്പിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ തന്നെ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ മോശമായി പെരുമാറി എന്നുള്ളൊരു വലിയ പ്രശ്നം വന്നിരിക്കുകയാണല്ലോ. ബോധമില്ലാത്ത ഒരാളോടൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിൻസി അലോഷ്യസ് പറഞ്ഞു. KCOM എറണാകുളം അങ്കമാലി മേജർ അതിരൂപത 67ാം പ്രവർത്തന വർഷം പള്ളിപ്പുറം പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് വിൻസി ഇക്കാര്യം പറഞ്ഞത്. അല്ല, പത്രക്കാരോടല്ല പറഞ്ഞത്, ഒരു പൊതുവേദിയിൽ ചെന്ന് നിന്ന് ഈ കാര്യം പറഞ്ഞു. പക്ഷേ അവരൊരു മാന്യത കാണിച്ചു. ആ നടൻ ആരെന്ന് അവർ പറഞ്ഞില്ല. ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച നടനിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് വിൻസി പറഞ്ഞത്. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ മെയിൻ ആർട്ടിസ്റ്റിൽ നിന്നും എനിക്കൊരു അനുഭവമുണ്ടായി. അദ്ദേഹം ലഹരി ഉപയോഗിച്ച് എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും മോശമായ രീതിയിൽ, പറഞ്ഞാൽ മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറി. എൻ്റെ ഡ്രസ്സിലൊരു മോശം പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാനായിപ്പോയി. ആ സമയത്ത് ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാമെന്ന് ആ നടൻ പറഞ്ഞു. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. ആ സമയത്ത് സഹകരിച്ച് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. വേറെയും ഇൻസിഡൻസുകളുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒരു സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ, റിഹേഴ്സലിൻ്റെ ഇടയിൽ എന്ന് പറയാണ്, പ്രാക്ടീസിൻ്റെ ഇടയിൽ ആ വ്യക്തിയുടെ വായിൽ നിന്ന് വെള്ള നിറത്തിലുള്ള എന്തോ ഒന്ന് ടേബിളിലേക്ക് തെറിച്ചു. അതുകൊണ്ട് തന്നെ അയാളത് സിനിമയുടെ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നത് വളരെ എവിഡൻ്റായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്നതും അതിൻ്റെ ദൂഷ്യവശങ്ങളുമൊക്കെ മറ്റൊരു ഭാഗമാണ്. സിനിമാ സെറ്റിൽ ഉപയോഗിക്കുകയും അത് മറ്റുള്ളവർക്ക് ശല്യമായി മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ എളുപ്പമാകില്ല. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. എനിക്ക് അത്രയും ബോധമില്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാനെടുത്ത തീരുമാനമാണ് ഇനി ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളോടൊപ്പം സഹകരിക്കില്ല. ലഹരി മരുന്ന് ഉപയോഗ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 7 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടു. ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഹരി പദാർത്ഥ നിരോധന നിയമപ്രകാരം NDPS പാലിക്കേണ്ട നിയമ നടപടികളിൽ വന്ന പിഴവാണ് പ്രതികൾക്ക് അനുകൂലമായത് അവരെ വെറുതെ വിട്ടത്. അല്ലാതെ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ അടിച്ചതുപോലത്തെ വാചകം പോലെ അല്ല എന്നർത്ഥം. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ അടിച്ച വാചകം കേട്ടില്ലേ? സമൂഹത്തിൻ്റെ മുന്നിൽ എൻ്റെ മോനെ കരുതുവാരി തേച്ചു, ഞങ്ങൾ ലഹരിയുടെ ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്തമാനം പറഞ്ഞു കേട്ടോ അദ്ദേഹം. ഇന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറയുകയാണ്, അവൻ്റെ മുറിയിൽ നിന്ന് വല്ലതും കിട്ടിയോ, ഞങ്ങളെ വേട്ടയാടുകയാണ്. ഷൈൻ ടോം ചാക്കോയെ 10 വർഷമായി ഈ തള്ളയും തന്തയൊക്കെയാണ് ഈ ഷൈൻ ടോം ചാക്കോമാരെ വഴിതെറ്റിക്കുന്നത് എന്ന് ഞാൻ പറയും. കേരളത്തിൽ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസ്.
ഷൈൻഡോ ചാക്കയ്ക്ക് പുറമെ ആഫ്രിക്ക സ്വദേശി ഒക്കവ കോളിൻസ്, ചെന്നൈ സ്വദേശി ജസ്ബീർ സിംഗ്, കോഴിക്കോട് സ്വദേശി രേഷ്മ രംഗസ്വാമി, ബാംഗ്ലൂർ മലയാളി ബ്ലസ്സി സിൽവസ്റ്റർ, കോട്ടയം സ്വദേശി സ്നേഹബാബു, കൊല്ലം സ്വദേശി ടിൻസി ബാബു എന്നിവരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് ജഡ്ജി എം സുരേഖ കുറ്റവിമുക്തമാക്കിയത്. ലഹരിമരുന്ന് കേസുകളുടെ അന്വേഷണത്തിൽ പോലീസിന് പതിവായി സംഭവിക്കുന്ന വീഴ്ചകൾ ഈ കേസിലും സംഭവിച്ചതായി ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തുടരന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. എന്നാൽ വിസ്താരത്തിൽ പ്രോസിക്യൂഷന് പ്രതികൾ ചെയ്ത കുറ്റം സംശയമില്ലാതെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2015 ജനുവരി 13 കേസിന് ആസ്പദമായ കുറ്റകൃത്യം നടന്നത്. കടവന്ത്ര ഫ്ളാറ്റിൽ നിന്നാണ് ഈ 6 എണ്ണത്തിനെ പിടികൂടിയത്. പ്രതികളായ യുവതികളും ആഫ്രിക്കൻ സ്വദേശി കോളിൻസും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരുമിച്ച് നിൽക്കുന്നത് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ പോലീസ് കണ്ടു. ഗോവയിൽ നിന്നും കോളിൻസിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ചെന്നൈ സ്വദേശികളായ പൃഥ്വിരാജ്, ജസ്ബീർ എന്നിവർ പ്രധാന വ്യക്തികളായി. ഇടത്തരം അളവിൽ കൊക്കൈൻ കൈവശം വെച്ച കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. എന്നാൽ ലാബ് പരിശോധനാ ഫലങ്ങളും അന്വേഷണ നടപടിക്രമങ്ങളിലെ വീഴ്ചകളും പ്രതിഭാഗത്തിന് അനുകൂലമായി. കാക്കനാട്ട് ലാബിൽ പരിശോധിച്ചതിൽ കൊക്കൈൻ സാന്നിധ്യം ഇല്ലത്രേ, പുണ്യമുള്ളതായിരുന്നു കിട്ടിയത്. രക്തസാമ്പിളുകളും പരാജയപ്പെട്ടു. അങ്ങനെയാണ് കേസ് തള്ളിയത്. ഇവിടെ പോലീസ് പല കാര്യങ്ങളിലും ചിലരെ കുരുക്കാൻ വലയിട്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ ചിലരെ രക്ഷപ്പെടുത്താൻ പോലീസിൽ തന്നെ പലരുമുണ്ട് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. പ്രശസ്തനായ തലസ്ഥാനത്തെ ഒരു ഗുണ്ട കൊച്ചിയിലെ 7 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ഈ ഗുണ്ടയെപ്പറ്റി എനിക്കറിയാം. കാരണം എൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്ന ഒരു പാർട്ടി സഖാവ് മലയൻകീഴ് നടത്തിയിരുന്ന ട്യൂട്ടോറിയലിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ഓം പ്രകാശ്. സാർ കൂടെ എന്നോട് പറയാറുണ്ട്, പ്രദീപ് സാർ എങ്ങനെ അവൻ വഴിതെറ്റിയെന്നറിയില്ല, ഇത്രയും ബുദ്ധിമാനായ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. 20-ലധികം പേർ ഓം പ്രകാശ് താമസിച്ചിരുന്ന ആ മുറിയിൽ ചെന്നിരുന്നു. ഇവരിൽ 12 പേരെ പോലീസ് ചോദ്യം ചെയ്തു. രസമെന്താണെന്ന് വെച്ചാൽ നേരം വെളുത്തു വരുന്ന സമയത്ത് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിൻ എന്ന നടിയും ഈ ഹോട്ടൽ മുറിയിൽ വരികയും നടി ക്ഷീണമകറ്റാൻ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരെ, അവിടുന്ന് വെളുപ്പാങ്കാലത്ത് കഴിച്ച് ഓം പ്രകാശിൻ്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങിയത്രേ. പോലീസ് വരുന്നു, വാർത്തയാവുന്നു. ശ്രീനാഥ് ഭാസിക്കും പ്രയാഗയ്ക്കും എതിരെ തെളിവുകൾ ഇല്ലാത്തതിനാൽ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ പേരിൽ തെളിവുകളൊന്നും ഇല്ലയെന്ന് പോലീസിന് മനസ്സിലായി. വെറുതെ വന്നു പോയതല്ലേ, ഉറങ്ങാൻ വന്നതല്ലേ, പൊയ്ക്കോന്ന് പറഞ്ഞു. അവരെ പറഞ്ഞു വിട്ടു. മരട് കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നാണ് ലഹരി പാർട്ടി നടത്തിയതിന് റെയ്ഡും അറസ്റ്റും ഇവരെ വെറുതെ സന്ദർശിച്ചതിനാണ് ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്തതും വെറുതെ വിട്ടതും. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊട്ടക്കണക്കിന് ശാസനകൾ നൽകി. എങ്കിലും ശ്രീനാഥ് ഭാസിയും പ്രയാഗയും രക്ഷപ്പെട്ടല്ലോ. അതാണ് രസം. ചിലരെയൊക്കെ രക്ഷപ്പെടുത്താൻ ചിലർക്ക് നല്ല വാശി തന്നെ ഉണ്ട് എന്ന് പറയാം. ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ആലപ്പുഴയിൽ നിന്ന് ഒരു സ്ത്രീയെ പിടിച്ചപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്ന സ്ത്രീയെ പിടിക്കുമ്പോൾ ശ്രീനാഥ് ഭാസി എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതി ചെന്നത് എന്നും പിന്നെ ആ ജാമ്യാപേക്ഷ എന്തിന് പിൻവലിച്ചു എന്നും മനസ്സിലാവുന്നില്ല. താൻ നിരപരാധിയാണെന്നും അറസ്റ്റിലായിപ്പോയാൽ നായകനായി അഭിനയിക്കുന്ന സിനിമകളുടെ ഷൂട്ടിംഗ് മുടങ്ങാൻ ഇടയുള്ളതിനാൽ സിനിമയുടെ എന്തൊരു ആത്മാർത്ഥയെന്നറിയാം. എന്നെ നിങ്ങൾ പിടിച്ചകത്തിട്ടാൽ കോടതി, നിങ്ങൾ എന്നെ പിടിച്ചകത്തിട്ടാൽ മലയാള സിനിമ ഇൻഡസ്ട്രി തകർന്നു പോകും. എന്നെ നായകനാക്കിക്കൊണ്ട് ചെയ്യുന്ന സിനിമ, ഞാൻ പറഞ്ഞ എവനെയൊക്കെ വെച്ച് നായകനാക്കി സിനിമ എടുക്കുന്ന ആ നിർമ്മാതാക്കൾ കുത്തുവാള എടുക്കണമെന്നേ. 24 മണിക്കൂറും വലിച്ചും കുറച്ചുമൊക്കെ നടക്കുന്നവന്മാരെ വെച്ച് സിനിമ എടുക്കുന്നു വാശി പിടിക്കുന്നവന്മാർ അനുഭവിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മന്നിച്ചെടുങ്ങോ, എന്നെ വെറുതെ വിടുമെന്നാണ് പയ്യൻ്റെ അപേക്ഷ. കേസിലെ 1-ാം പ്രതി തസ്ലിമ സുൽത്താന തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്നും അത് കഞ്ചാവ് വാങ്ങാനോ വിൽക്കാനോ അല്ല എന്നാണ് ശ്രീനാഥ് ഭാസിയുടെ നിലപാട്. അവർ വിളിച്ചത് ഇപ്പോൾ സ്വർണത്തിന് എന്ത് വില എന്ന് കേൾക്കാനാണ് ശ്രീനാഥ് ഭാസിയോട്, അല്ലാതെ കഞ്ചാവിൻ്റെ കാര്യത്തിനൊന്നും അല്ല തസ്ലിമ വിളിച്ചത് എന്നാണ് പറയുന്നത്. തസ്ലിമ സുൽത്താൻ്റെ അവരെ വേറൊരു പേര് കൃഷ്ണ എന്നാണ്. അവരൊരു ആരാധികയാണ് ശ്രീനാഥ് ഭാസിയുടെ. ലോകം കണ്ട ഏറ്റവും വലിയ നടനായതുകൊണ്ട് ഭയങ്കര ആരാധനയാണ് ഈ കൃഷ്ണയ്ക്ക്. സംഭാഷണത്തിനിടയിൽ കൃഷ്ണ ചോദിച്ചു,
കഞ്ചാവ് വേണോ മോനെയെന്ന്. മനസ്സിലായില്ലേ? കളിയാക്കുകയാണെന്ന് കരുതി താൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. ഞാൻ അറിയപ്പെടുന്ന സിനിമാ നടനാണ്. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും കഞ്ചാവ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യില്ല. സ്വയം കൃഷി ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കഞ്ചാവിൻ്റെ പുസ്തകമാണ്. 2 കോടി വിലയുള്ള 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് കണ്ണൂരുകാരിയായ തസ്ലിമ സുൽത്താന എന്ന ക്രിസ്ത്യനെയും ആലപ്പുഴ സ്വദേശിയായ ഫിറോസിനെയും എക്സൈസ് പ്രത്യേക സംഘം പിടികൂടിയത്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ താരങ്ങൾ തൻ്റെ പറ്റുപടിക്കാരാണ് എന്ന് തസ്ലിമ മൊഴിയും നൽകിയിട്ടുണ്ട്. ആൾക്കാർ ഓരോന്ന് കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നാണ് ശ്രീനാഥ് ഭാസി പറയുന്നത്. സാദാ കഞ്ചാവിന് ഗ്രാമിന് 1000 കിട്ടുമ്പോൾ, ഒരു ഗ്രാമിന് 1000 രൂപ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തായ്ലൻഡ്, മലേഷ്യയിലൊക്കെ വളർത്തിയെടുക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് 10,000 രൂപ എന്നാണ് കസ്റ്റംസ് പറയുന്നത്. ആവേശം ഉൾപ്പെടെയുള്ള സിനിമകളുടെ മേക്കപ്പ് മാനായിരുന്നു. പേരൊക്കെ ഉഗ്രം പേര്. RG വയനാടൻ. പേര് രഞ്ജിത്ത് ഗോപിനാഥ് എന്നാണ് പേര്. അത് ചുരുക്കിയിട്ടാണ് RG വയനാടൻ. പുലർച്ചെ മൂലമറ്റത്ത് വെച്ച് എക്സൈസ് സംഘം പിടികൂടി. ആവേശം കൂടാതെ പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങി കുറേ സിനിമകളുടെ മേക്കപ്പ് മാനായിരുന്നു ഈ RJ വയനാടൻ. 45 ഗ്രാം കഞ്ചാവാണ് RJ വയനാടൻ്റെ മേക്കപ്പ് കിറ്റിൽ നിന്ന് പിടിച്ചെടുത്തത്. അട്ടഹാസ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു. അതീവ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് പിടികൂടിയത് ഈ വയനാടനെ. സിനിമാ സെറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരം കിട്ടിയപ്പോഴാണ് എക്സൈസ് പിടിച്ചത്. രഞ്ജിത്തിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് അറിഞ്ഞ ഉടനെ ഫിഫ്ക മേക്കപ്പ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് അയാളെ പുറത്താക്കി. അതോടെ തീർന്നു, അവരുടെ ചുമതല തീർന്നു. എല്ലാവരും പുറത്താക്കിയതല്ലോ. ഇപ്പോൾ ദിലീപ് ഒരു കേസിൽപ്പെട്ടുള്ള ദിലീപിനെ ഫിഫ്കയിൽ നിന്ന് പുറത്താക്കി. അതുപോലെ മേക്കപ്പ് യൂണിയനിൽ നിന്ന് അവനെ പുറത്താക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഞാൻ ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നല്ല നടിയാണ്, സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചവരാണ്. അവരുടെ സിനിമാ ചരിത്രം ഞാനൊന്ന് ചുമ്മാ പരിശോധിച്ച് നോക്കി. അപ്പോൾ 2019 വികൃതി, 2021 ഭീമൻ്റെ വഴി, കനകം, കാമിനി, കലഹം, 2022 ജനഗണമന, സോളമൻ്റെ തേനീച്ചകൾ, സൗദി വെള്ളയ്ക്ക, 1744 വൈറ്റ് ആൾട്ടോ, 2023 മാരിവില്ലിൻ ഗോപുരങ്ങൾ, 2023 തന്നെ സംസ്ഥാന അവാർഡ് അവർക്ക് നേടിക്കൊടുത്ത രേഖ മുതലായ സിനിമകളിൽ അഭിനയിച്ചു. അവർ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഷൈൻ ടോം ചാക്കോയോടൊപ്പമാണ് അഭിനയിച്ചത്. അവിടെയാണ് പ്രശ്നമുണ്ടായത്. പക്ഷേ അവർ പറയുന്നു, ഇന്ന് ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് TV വയ്ക്കുമ്പോൾ അവർ പറയുന്നത്, ചേംബറിന് ഞാൻ പരാതി കൊടുക്കുമ്പോൾ എഴുതിയിരുന്ന പേരുകൾ പുറത്തു വിടരുതെന്ന് പറഞ്ഞിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളായിരുന്നപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബവും വിൻസി അലോഷ്യസിൻ്റെ കുടുംബവും പൊന്നാനിയിൽ അടുത്തടുത്ത് താമസിച്ചിരുന്നവരാണെന്ന് വർഷങ്ങളോളം. അവർ നല്ല കുടുംബ സുഹൃത്തുക്കളാണ്. എനിക്ക് തോന്നുന്നത് ആ സ്വാതന്ത്ര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ ഇവിടെ തുന്നണ്ടെങ്കിൽ ഞാൻ തുന്നിത്തരാം എന്ന് പറഞ്ഞത്. എന്തായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വായിന്ന് വെളുത്ത പൊടി വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുപോലെ വിൻസിയുടെ വെളിപ്പെടുത്തലിനും അമ്മയും ഫെഫ്കയും മൗനത്തിലായിരുന്നു. WCC കിട്ടിയിടത്ത് ചാടിക്കയറുകയും ചെയ്തു. വിൻസി അമ്മയിൽ അംഗത്തുള്ള ആളല്ല. രേഖാമൂലം പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഫെഫ്കയുടെ ന്യായം. ഇപ്പോൾ വിൻസി പറഞ്ഞതിനൊന്നും പറയാനില്ല എന്നാണ് നാഥനില്ലാത്ത അമ്മയ്ക്കായി ജയൻ ചേർത്തലയുടെ വിശദീകരണം. പരാതിയുമായി വിൻസി മുന്നോട്ട് പോയാൽ WCCയുടെ പിന്തുണ ഉറപ്പാണ് എന്നാണ് ദീദി ദാമോദരൻ്റെ വെളിപ്പെടുത്തൽ. ഞങ്ങൾ 11 പേരിൽ, WCCയിൽ ഇപ്പോൾ ഉള്ള 11 പേരിൽ ഒരാളും ലഹരിക്കാരല്ല എന്ന് ദീദി ദാമോദരന് തലയിൽ കൈവച്ച് പറയാനാവുമോ എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നു. നിങ്ങളിൽ ഒന്നിലധികം പേരുണ്ടെന്നേ, ഈ ലഹരി സംഘത്തിലുള്ള ഒന്നിലധികം പേർ നിങ്ങളുടെ സംഘടനയിലുണ്ടെന്ന് ഞാൻ പറയും. ഈ പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഇൻ്റേണൽ കമ്മിറ്റി IC ഉണ്ടായിരുന്നോ എന്നും ദീദി ദാമോദരൻ തിരക്കുന്നു. മോശം അനുഭവം ഉണ്ടായപ്പോൾ നിർമ്മാതാവും സംവിധായകനും ഇടപെടണമായിരുന്നു അത്രേ. പക്ഷേ നമ്മുടെ വിൻസി പറയുന്നത്, ഈ വായിൽ നിന്ന് വെള്ളപ്പൊടി വന്നപ്പോഴും ഇവിടെ തയ്ക്കണമെങ്കിൽ ഞാൻ തയ്ച്ചു തരാം, ഞാൻ കൂടെ വന്ന് തയ്ച്ച് ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴും സംവിധായകൻ അയാളെ കർക്കശമായി ഉപദേശിച്ചുവെന്നും അതുപോലെ തന്നെ IC കമ്മിറ്റിയിൽ ഈ പരാതി ചർച്ച ചെയ്യപ്പെട്ടു എന്നുമാണ് വിൻസി പറയുന്നത്. മോശം അനുഭവം ഉണ്ടായപ്പോൾ നിർമ്മാതാവും സംവിധായകനും ഇടപെടണമായിരുന്നു അത്രേ എന്നൊക്കെ പറയാൻ ദീദിയെ പോലുള്ളവർക്ക് കഴിയും. കാരണം അവർ സിനിമാ സെറ്റിലൊന്നും നിൽക്കുന്നില്ല. ആ സെറ്റിൽ വിൻസി പ്രതിഷേധിച്ചോ എന്നും അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ പ്രതിഷേധിച്ചു. അവർ തന്നെ പറയുന്നു സംവിധായകൻ അതിൽ ഇടപെട്ടു എന്ന്. സംവിധായകനും നിർമ്മാതാവിനും സെറ്റിൽ
നടീനടന്മാരുടെ വായിൽ നോക്കിയിരിക്കലല്ലോ ദീദി പണി. പോരെങ്കിൽ വഴിയെ പോണവർക്കും കാരവാനുള്ള കാലമാണ്. ഒരു കാരവാനിനകത്ത് എന്ത് നടക്കുന്നു എന്ന് എങ്ങനെ ഒരു സംവിധായകനും നിർമ്മാതാവും അറിയും? സെറ്റുകളിൽ ലഹരി സുലഭമാണെന്ന് ദീദി പറയുന്നു. യഥാർത്ഥ ഉറവിടത്തിലേക്ക് അന്വേഷണം എത്തണമെന്നും ദീദി പറയുന്നു. യഥാർത്ഥ അന്വേഷണം എത്തിയിരുന്നുവെങ്കിൽ ഷൈൻ ടോം ചാക്കയ്ക്ക് പകരം വേറെ 2 എണ്ണം ചട്ടിയിലായനെ എന്നാണ് എറണാകുളത്ത് പലരും പറയുന്നത്. 10 മിനിറ്റ് നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഷൈൻ ടോം ചാക്ക രക്ഷപ്പെടുകയും ചെയ്തനെ, ഒരു അച്ചിയും നായരും അകത്താകുകയും ചെയ്തനെ എന്ന് പറയുന്നു. നിർമ്മാതാക്കൾ ലഹരി തടയാനായി ഷാഡോ പോലീസിനെ സെറ്റിൽ വരുന്നതിൽ നിർമ്മാണ സംഘടന അനുകൂലിച്ചിരുന്നു. ഒരു നിർമ്മാതാവോ നിർമ്മാണ സംഘടനയോ എതിർത്തിരുന്നില്ല, ചേംബറും എതിർത്തിരുന്നില്ല. എന്നാൽ ലഹരികളൊന്നും ഉപയോഗിക്കാത്ത ഫെഫ്ക തലവൻ എതിർത്തു. സെറ്റിൽ ഷാഡോയും നേരിട്ടും ഒന്നും പോലീസ് പറ്റില്ല എന്ന് ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു. എനിക്കതാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സിനിമ ചെയ്യുക, തിരക്കഥ എഴുതുക, പിന്നെ ബൗദ്ധികമായി വർത്തമാനം പറയുക. അതിനപ്പുറത്തേക്ക് എന്താ പറയുക, ട്രേഡ് യൂണിയനോട് ഒരു ലഹരിയുള്ള ആളാണ്. ആരൊക്കെ തള്ളക്കി വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ട്രേഡ് യൂണിയൻ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അതിനപ്പുറം അദ്ദേഹത്തിന് ലഹരിയില്ല. ഞാൻ പരിചയപ്പെടുന്ന കാലം മുതൽ ഫെഫ്കയുടെ ചെയർമാൻ എന്ന് പറയുന്ന സിബി മലയിൽ പെന്തക്കോസ്തുകാരനാണ്. അതിന് മുമ്പുള്ള എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം മദ്യപാനും അതുപോലുള്ള ലഹരികളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. ഇവർ 2 പേരുമാണ് ഷാഡോ പോലീസ് സെറ്റിൽ വരാൻ പാടില്ല എന്നും പോലീസ് എക്സൈസോ ഒന്നും സെറ്റിൽ വരാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഈ 4-5 എണ്ണം വലിച്ചും ഒട്ടിച്ചുമൊക്കെ നേരത്തെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവരെന്തുകൊണ്ടോ ഇവരാണ് എതിർക്കുന്നത്. നിർമ്മാതാക്കളൊന്നും എതിർക്കുന്നില്ല. ഇൻ്റേണൽ കമ്മിറ്റി അടക്കം എല്ലാം സെറ്റിലുണ്ടാകും എന്നും പറഞ്ഞു. ഒരു ചൂക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. ലൊക്കേഷനിലെ നായികയുടെ വസ്ത്രത്തിൻ്റെ ഷോൾഡറിന് ചെറിയ പ്രശ്നം വന്നപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാനിത് ശരിയാക്കി തരാമെന്നൊക്കെ നായകൻ ഒരു നാരത്തനം പറഞ്ഞത് ശരിയായില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പിന്നീട് പുറത്തു വരുന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് അടുത്തടുത്ത വീടുകളിൽ താമസിച്ച സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇയാളത് പറഞ്ഞത്. സിനിമയിൽ വരും മുമ്പ് ഇവൻ ഇനിയിപ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺ കുത്തുന്ന പണിയിലായിട്ടോ ഇരുന്നതാണോ ഈ നാണം കെട്ട പണി ഈ വർത്തമാനം പറയേണ്ടി വന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ വൈകി അറിയുന്നു ആ നായകൻ അത് സജി നന്ദിയാട്ടി എന്നെ പുറത്തു വിട്ടു, അത് ഷൈൻ ടോം ചാക്കയാണെന്ന്. ഇപ്പോൾ അവർ പറയുന്നു, വിൻസി അലോഷ്യസ് പറയുന്നത്, ഞാൻ പേര് പുറത്ത് പറയാതെ പരസ്യമാക്കാതെ ചേംബറിന് പരാതി കൊടുത്തപ്പോൾ ചേംബർ തന്നെ അത് പുറത്തു വിട്ടത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കുമെന്നാണ് അവർ പറയുന്നത്. ആ മാന്യതയും ആ പെൺകുട്ടിക്കുണ്ട്. മറ്റൊരവസരത്തിൽ സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ, അതായത് റിഹേഴ്സൽ ചെയ്യുന്നതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, നായകൻ എന്ന് പറയുന്ന ആ നാറിയുടെ വായിൽ നിന്നും വെള്ളപ്പൊടി പുറത്തേക്ക് തുപ്പുന്നത് കണ്ടത്രേ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് സെറ്റിൽ യവൻ ലഹരി ഉപയോഗിക്കുന്നത് മനസ്സിലായതത്രേ. ഈ ലഹരി പൊടിയൊക്കെ ഇങ്ങനെ മൂക്കെ കൂടി വലിച്ചു കയറ്റുന്നതാണ് സിനിമയിൽ ഭരതനൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളിത് വലിയും കൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയില്ല. ബോധം പോയി മൂക്കൊന്നും പറഞ്ഞ് വായിൽ കുത്തിക്കയറ്റിയതായിരിക്കും ചിലപ്പോൾ. ഗ്രാമിന് 1000 വിലയുള്ള ഈ സാധനങ്ങൾ ശ്രീകൃഷ്ണൻ വെണ്ണ കട്ട് തിന്നുന്നത് പോലെ ഇവനൊക്കെ വായിൽ കുത്തിക്കയറ്റണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാകും എന്നുള്ളതാണ് സത്യം. കൂവപ്പൊടിക്ക് പോലും ഒരു നല്ല കൂവപ്പൊടി വേണമെങ്കിൽ 1 കിലോയ്ക്ക് 1200 രൂപയുണ്ട്. ഞാൻ വാങ്ങുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം. അപ്പം നല്ല കൂവപ്പൊടിക്ക് പോലും കിലോയ്ക്ക് 1200 രൂപ ഉള്ളപ്പോൾ ഈ നിറച്ച് ഈ ലഹരി ഉപയോഗിക്കുന്ന ഈ പൊടി തട്ടണമെങ്കിൽ എത്ര 1000 രൂപ വേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ മൈദ മാവാകാനാണ് സാധ്യത. കാരണം ബോധം പോയപ്പോൾ കൂടെ നടക്കുന്ന വായി നോക്കികൾ മറ്റേ പൊടിയാണെന്ന് പറഞ്ഞ് മൈദാ മാവ് എടുത്ത് വായി കുത്തിക്കയറ്റി കൊടുത്തതാണ്. അപ്പോൾ ചുമ വന്നപ്പോൾ ചുമച്ചപ്പോഴായിരിക്കും ഈ പൊടി പുറത്ത് വന്നത്. എന്തായാലും നമ്മൾ ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ട് എന്നുള്ളത് ബഹുരസമാണ്. നമ്മളാണെങ്കിൽ സത്യസന്ധമായി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമല്ലോ. ഇപ്പോൾ സൂപ്പർ താരങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നവരെ വെച്ച് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഷാഫി അകാലത്തിൽ മരിച്ചപ്പോൾ നമ്മൾ ചെയ്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഈ ദ്രോഹികളാണ് അയാളെ കൊന്നത്, അല്ലെങ്കിൽ അയാളെ മദ്യത്തിന് അടിമയാക്കി കൊന്നത് എന്ന് പറഞ്ഞതിൻ്റെ അന്ന്, നമ്മളെ പ്രോഗ്രാം വന്നതിൻ്റെ അന്ന് രാത്രി എന്നെ ഒരു പരിചയമില്ലാത്തൊരു നടൻ വിളിക്കുകയാണ്, ദിനേശ് ചേട്ടാ ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറയും, അല്ല ആ ഷാഫിക്കെ കുറിച്ചുള്ള ആ എപ്പിസോഡ് പിൻവലിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി അതോ ഒരു വെള്ളവടി സെറ്റപ്പ് ഇരിക്കുക. ഇനി പൊടിയടിക്കുന്ന സെറ്റപ്പാണെന്ന് എനിക്കറിയില്ല, വെള്ളവടി സെറ്റപ്പാണ്. കാരണം അടുത്തിരുന്ന് അടക്കം പറയുന്നതൊക്കെ കേൾക്കാം. ഞാൻ കേട്ട് എന്തിനാ പിൻവലിക്കണം? അല്ല, ഈ കൂടെ നടന്ന വലിയ വലിയ സൂപ്പർ താരങ്ങളാണ് അയാളുടെ ഭാവിയെ നശിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഉറപ്പല്ലേ? ഇപ്പോൾ ഇയാൾ എന്നെ വിളിച്ചത് തന്നെ അതിന് ഏറ്റവും നല്ല തെളിവല്ലേ?
കാരണം എന്തിനാണോ ഇങ്ങനെയൊക്കെ സൂപ്പർ താരങ്ങളെ താങ്ങി അടക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവന് ഒരു വെള്ളം കൊടുത്ത് ഫോണങ്ങ് കട്ട് ചെയ്തു. അതുപോലെ ഒരു മിമിക്രിയിലൂടെ വന്ന് സിനിമയിലെത്തിയ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടൻ്റെ മകൻ, ഈ മകന് പണത്തിൻ്റെ കൊഴുപ്പ് വന്നപ്പോൾ ഈ തന്ത ഭയങ്കര സൈലൻസറൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നുന്നു, വലിയ ശബ്ദം കേൾക്കുന്ന പടപടാ കേൾക്കുന്ന ഒരു വില കൂടിയ വിദേശ കാർ വാങ്ങിക്കൊടുത്തു. ഇവൻ പാതിരാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ അയൽവക്കക്കാരെ ഉറങ്ങാൻ സമ്മതിക്കാതെ റോഡിലൂടെ ശരവേഗത്തിൽ കാർ ഓടിച്ച് ഭയങ്കര ബഹളം. അപ്പോൾ ഒരു അയൽവക്കക്കാരൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തിട്ട് അയാൾ എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു പറയും, ഈ മിമിക്രിക്കാരനെ വിളിച്ചു. ഭയങ്കര മസിൽ പിടിച്ചൊക്കെ ആദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. പറയണം ചേട്ടാ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകന് ഒരു കാറുണ്ടോ? ഉണ്ട്. അതിന് ഭയങ്കര ശബ്ദമാണ്. ഇത്തിരി വില കൂടിയ കാറാണ്. ഞാൻ പറഞ്ഞു ഈ അയൽവക്കക്കാർക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മകൻ കാർ ഓടിക്കുകയും പോലീസ് കേസാവുകയും പ്രശ്നങ്ങളായി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മകൻ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു, കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടാ അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ ഇത്തിരി രക്ഷപ്പെട്ടു പോയതിൻ്റെ വിഷമമാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്നെ വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറയാണ് പോലീസ് കേസ് കൊടുക്കട്ടെ, ഞാനിപ്പോൾ തന്നെ മനോജ് എബ്രഹാമിനെ വിളിക്കാം. ആലോചിച്ച് നോക്കിയേ, മകൻ തെമ്മാടിത്തരം കാണിച്ചാൽ മനോജ് എബ്രഹാമിനെ വിളിച്ച് ആ തെമ്മാടിത്തരം പരാതി തന്നവനെ പിടിച്ച് അകത്തിടണമെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇയാൾ എന്താ പറയുക, പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ്, ഹൂങ്ക് കൊണ്ടാണ്. മിമിക്രിയിൽ നിന്ന് പെട്ടെന്ന് ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു അഹങ്കാരമായിരിക്കാം. ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറയാമെന്നാണ് പറയണേ. നമ്മുടെ ചാനലിൽ പറയുന്നതൊക്കെ ചാനലുകാർ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ സിനിമാക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് സാരം. എല്ല് പൊടിയുന്നു, പല്ല് പൊടിയുന്നു, ചുരുങ്ങിയത് 4 എണ്ണം അകാലത്തിൽ ചാവുമെന്ന് ഞാനിതാ ഈ എപ്പിസോഡിൽ പറയുന്നു. ഏറ്റവും ചുരുങ്ങിയ 4 എണ്ണം ഏറ്റവും അടുത്ത സമയത്ത് ചത്തുപോകും. കാരണം എല്ല് പൊടിയുന്നു, പല്ലിൻ്റെ എല്ലാം പൊടിഞ്ഞു പോകുന്നു. അകാലത്തിൽ ചത്തുപോകാൻ സാധ്യതയുള്ള 4 എണ്ണം ഇപ്പോൾ മലയാള സിനിമയിലുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമായ 4 നടന്മാരാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ കൂട്ടത്തിൽ എന്നോടൊരാൾ പറഞ്ഞത് ഈ 4 നടന്മാരിൽ ഒരുത്തൻ്റെ പെണ്ടാട്ടിയും ഇതെല്ലാം ഉപയോഗിക്കുമെന്നാണ് പറയണേ. വള്ളിക്കൊഴിയാളെ പോലെ ഇരിക്കണേ ആ പെണ്ണ്. എനിക്ക് കഷ്ടം തോന്നിയ പെണ്ണെ കണ്ടപ്പോൾ. ഇതെല്ലാം വലിച്ചും കുടിച്ചും ഒട്ടിച്ചും ജീവിതം തീർക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ ചെയ്യുകയാണ്. 2 പ്രധാന വേഷക്കാർ ഞാൻ നോക്കിയപ്പോൾ 2ഉം കഞ്ചാവ് ബാച്ചുകളാണ്. ഒരു സീനിയർ നടനും ഒരു യുവ നടനും. അതിലൊരു യുവ നടൻ്റെ പേര് ഞാൻ ഇതിൽ പറഞ്ഞു. സംവിധായകനാണെങ്കിൽ മദ്യപിക്കില്ല, പുകവലിക്കില്ല, മര്യാദക്കാരനായ സംവിധായകനാണ്. പക്ഷേ പടത്തിൽ വച്ചിരിക്കുന്നത് ഇവരെയാണ്. ഞാൻ കേട്ട് തനിക്ക് വേറെ ഒരു പണിയില്ല. അല്ല ചേട്ടാ, അല്ല ദിനേശേ, ആ ക്യാരക്ടറിനെ അവന്മാരാണ് പറ്റിയത്. എനിക്ക് സത്യത്തിൽ അപ്പോൾ തോന്നിയത് ഈ സംവിധായകന് പ്രാന്തായോ എന്നായിരുന്നു. എങ്ങനെയൊക്കെ പടം തീർത്തു, അവാർഡിന് മത്സരിച്ചു, സെൻസർ ചെയ്തു, ഒക്കെ ചെയ്തു. 6-7 വർഷമായിട്ട് ആ പടം റിലീസ് ചെയ്തിട്ടില്ല. പടത്തിലെ നായിക വിവാഹം കഴിച്ച് പോയി, പെറ്റ് പിള്ളേരുമൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് വിദേശത്ത് ജീവിക്കുന്നു. 2 പ്രധാന വേഷങ്ങൾ ചെയ്തതിൽ ആ മൂത്തവൻ ചത്തു, കഞ്ചാവ് അടിച്ചും വെള്ളം അടിച്ചും ഒക്കെ അകാലത്തിൽ തന്നെ ചത്തു. 2ാമത്തവൻ്റെ വാർത്ത ഏത് അവസരത്തിലും വരാം ടി വിയിൽ. അവനും ഉടനെ പോവും എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ ആ പടം ഫ്രീ ആയി ടെലികാസ്റ്റിങ്ങിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഒരു ചാനലുകാരും എടുക്കില്ല. മലയാള സിനിമ ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. കഞ്ചാവും കറുപ്പും ഒക്കെ ഉപയോഗിച്ചവർ ഇപ്പോഴത്തെ ഈ കുളിക്കാത്തവന്മാരൊന്നുമല്ല. നന്നായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന, കറുപ്പ് ഉപയോഗിച്ചിരുന്ന, ലഹരികൾ ഉപയോഗിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. യുവമാരെ പോലെ കുളിക്കാത്തവന്മാരല്ല. അവൻ്റെയൊക്കെ 1ഉം 2ഉം തലമുറയ്ക്ക് മുമ്പ് എന്താ പറയുക ഉപയോഗിച്ചിരുന്നവരിവിടെ ഉണ്ട് എന്ന് ആധികാരികമായി പറയാൻ കഴിയും. പക്ഷേ അവർക്ക് സിനിമ തന്നെയായിരുന്നു മുഖ്യം. പെണ്ണും ലഹരിയൊക്കെ സെക്കൻഡറി ആയിരുന്നു. അതുകൊണ്ട് അവർ മനോഹരമായ സിനിമകൾ മലയാളത്തിന് സംഭവിച്ചു. ഇപ്പോൾ ഉള്ളവന്മാർ വലിച്ച് കിറങ്ങി തൂങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ക്യാരവാനിൽ നിന്നൊക്കെ ഇറങ്ങി വരണോണം കാണാൻ. 5 സിനിമകളുടെ സെറ്റിൽ യവന്മാരുടെ ക്യാരവാൻ തപ്പിയാൽ മതി മലയാള സിനിമയിലെ ലഹരി ഉപയോഗം പൂട്ടാൻ. സെറ്റിൽ പോലീസും എക്സൈസും ഷാഡോ പോലീസും ഒന്നും വരരുതെന്നല്ലേ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ചെല്ലണ്ട, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം പുള്ളി തൊടും പോലെ ഒരു 5 സെറ്റിൽ ചെന്നാൽ മതി. അവിടെ എങ്ങും നിൽക്കരുത്, നേരെ ചെന്നങ്ങ് ക്യാരവാനിക്ക് അറിയാൽ മതി. അതിനകത്ത് എന്താണെന്ന് അപ്പോൾ തന്നെ പൊക്കാൻ പറ്റും. പെണ്ണിൻ്റെ ലഹരി മാത്രം ജീവിതവ്രതമാക്കിയ ഒരു ലഹരി വിരുദ്ധൻ, വേറെ ഒരു ലഹരിയും ഉപയോഗിക്കാത്ത പെണ്ണ് മാത്രമേ വീക്ക്നെസ്. ഒരു ദ്വീപിൽ തൻ്റെ സിനിമ പിടിക്കാൻ പോയി. നായകൻ സർവത്ര ലഹരിയും ഉപയോഗിക്കുന്നു മാത്രമല്ല, പെണ്ണുങ്ങളെ കണ്ട തുണിപൊക്കി കാണിക്കുകയും ചെയ്യും. മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരുള്ള ദ്വീപിൽ കാല് കുത്തിയ ഉടനെ നടൻ്റെ ശിഷ്യർ തപ്പിപ്പോയത് ഏതെല്ലാം ലഹരികൾ എവിടെയെല്ലാം കിട്ടും എന്നാണ്. ഇതേപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഒരു സദാചാരമാനൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ആ ദ്വീപിൽ ലഹരിയൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് തെറ്റാണോ എന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും 3-4 പേരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത്
അച്ഛനും അമ്മയും ഒഴിച്ച് എന്തും കിട്ടും ഇന്നത്തെ കാലത്ത് ആ ദ്വീപിൽ എന്നാണ്. കാശിൻ്റെ കുന്തളിപ്പ് ഉള്ളതിനാൽ ഇത് വേണമെന്നുള്ളവർക്ക് എന്തും കിട്ടും പറയുന്ന വില കൊടുത്താൽ. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഒരു സംഘടനയോടും ചോദിക്കാൻ നിൽക്കാതെ സെറ്റുകളിൽ സ്റ്റുഡിയോകളിൽ തുടരെ 4 റെയ്ഡ് നടത്തിയാൽ വിൻസി അലോഷ്യസ് പറയുന്ന പോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവന്മാരെ പോക്കാൻ കഴിയും. മലയാള സിനിമയെ ലഹരിയിൽ നിന്ന് ഒരളവ് വരെ മോചിപ്പിക്കാനും കഴിയും. ഏറ്റവും പുതിയ വാർത്ത, വിൻസി പറഞ്ഞ നായകൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് ചേംബർ പുറത്തുവിട്ടു. ഇന്നലെ ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വേദാന്ത എന്ന് പറഞ്ഞ പഴയ കൊച്ചിൻ ടവർ, നമ്മുടെ നടി മമതയുടെ അവരെ ആദ്യം കല്യാണം കഴിച്ച ഒരാളല്ലേ കല്യാണം കഴിച്ചുള്ളൂ, അയാൾ ബന്ധം പെടുത്തിയല്ലോ, അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ വേദാന്ത എന്ന് പറഞ്ഞ ഹോട്ടൽ. ആ ഹോട്ടലിലെ 3ാമത്തെ നിലയിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള എന്തോ വാർത്ത എവിടുന്നോ ചോർന്ന് കിട്ടിയതുകൊണ്ട് എക്സൈസ് പാർട്ടിയോ ഡാൻസ് ഓഫ് പാർട്ടിയോ വന്നു രാത്രി 11 മണിക്ക്. ഈ വിവരം പതിവ് പോലെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ആരോ ചോർത്തി. ഹോട്ടലിലെ 3ാം നിലയിലെ മുറിയുടെ ജനാല വഴി 2ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ മേൽക്കൂരയിലേക്ക് എടുത്ത് ചാടി. ഇതൊക്കെ വരിക്കുകയും ഒട്ടിക്കുകയൊക്കെ ചെയ്താലേ ഇങ്ങനെ ചാടാൻ പറ്റും. അവിടുന്ന് പടിക്കെട്ടുകൾ വഴി ചാടി ഓടി പുറത്തേക്ക് പോകുന്നു രാത്രി 11 മണിക്ക്. 3ാം നിലയിൽ നിന്നും ചാടിയ ഷീറ്റ് അടർന്നു മാറിയിരുന്നുവെങ്കിൽ ഇന്ന് അന്ത്യകൂതാശയായിരുന്നനെ ഷൈൻ ടോം ചാക്കോയുടെ. നാണം കെട്ട വർഗ്ഗമായി മാറുന്നു സിനിമാക്കാരെന്ന് പറയാം. സത്യമാഷൊക്കെ പോലെ, നസീർ സാറിനെയൊക്കെ പോലെ, മധു സാറിനെയൊക്കെ പോലെ അന്തസ്സുള്ള ആളുകൾ അഭിനയിച്ചിരുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ ഈ കൂതറകളാണ് ഭരിക്കുന്നത് എന്ന് പറയാം. നാണം കെട്ട വർഗ്ഗമായി മാറുന്നു എന്നേ ഇതിന് പറയാനുള്ളൂ. വിൻസി ചേംബറിന് പരാതി നൽകി. ഒരു പുല്ലും സംഭവിക്കില്ല വിൻസി. ഞാൻ തിന്നത് ഗ്ലൂക്കോസ് ചുമച്ചപ്പോൾ തുപ്പിയെന്ന് ഷൈൻ ടോം ചാക്കോ നാളെ പറയും. വസ്ത്രത്തിലെ ഷോൾഡർ ഞാൻ നന്നായി റിപ്പയർ ചെയ്തു തരാം എന്ന് പരസ്യമായി പറഞ്ഞതിലേ അതിലെന്താണ് അശ്ലീലമെന്നും അയാൾ ചോദിക്കും. രണ്ടിനും കേസെടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ബുദ്ധിയിൽ തോന്നിയ കാര്യം. ഇങ്ങനെയൊക്കെ നടക്കുന്നവന്മാരെയൊക്കെ ഒഴിവാക്കുക, അവരോടൊപ്പം സഹകരിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതേ ഉള്ളൂ ഏക മാർഗം വിൻസി. സംഘടനകൾക്ക് പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള ആരാ നായകൻ എന്ന് കേൾക്കുമ്പോൾ മറ്റേ ഒട്ടിക്കുകയും വലിക്കുകയും തുപ്പുകയൊക്കെ ചെയ്യുന്നില്ല, അവനാണ് അയ്യോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് മാറി പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു വിൻസി മാറിയാൽ 50 വിൻസിമാർ ഇവനോടൊപ്പമൊക്കെ അഭിനയിക്കാനുണ്ടാവുമെന്ന് ഈ എറണാകുളത്ത് ഇവൻ്റെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന കൊഞ്ചു കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടങ്ങളെ കണ്ടിട്ടില്ലേ? അതിൽ നിന്ന് നിങ്ങളൊരു മനസ്സിലാക്കുക, ക്യാമറയുടെ മുന്നിൽ നിന്ന് ഈ കൊഞ്ചു കുഴയുന്നവളോടൊക്കെ അനാവശ്യം തെറിയൊക്കെ പറയാൻ ഒരു മടിയുമില്ലാത്ത, അത് ആസ്വദിച്ചിരിക്കുന്ന ഇതുപോലുള്ള ഐറ്റംസുകൾ വിൻസിയെ പോലുള്ള ഒരാൾ മാറി നിന്നാൽ ഇവൻ്റെയൊക്കെ നായികയായിട്ട് വരും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് തന്നെ ഒരുപാട് നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഇനിയും കൂടുതൽ പറയേണ്ടി വരികയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.